നിലമ്പൂർ വളരെ തിളക്കമാർന്ന വിജയം നേടിയ നിലമ്പൂരിൻ്റെ നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത് മോർണിംഗ് ഷോയിൽ അതിഥിയായി അയച്ചിരുന്നു. നിയമസഭയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഹലോ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്കൊരു നല്ല പുലരിയാണ് ഇത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ ആശങ്കയൊക്കെ ആകുന്നു. ഒരുപാട് നല്ല ഭൂരിപക്ഷം കിട്ടി. മാത്രമല്ല പിതാവിൻ്റെ ഒരു പാരമ്പര്യം അവിടെ നിലനിർത്താൻ കഴിഞ്ഞു. ഒരു ഉജ്ജ്വലമായ വിജയമാണ്. ഒരുപക്ഷെ UDF ഇത് നൽകുന്ന ആത്മവിശ്വാസവും ചില്ലറയല്ല. ഈ വിജയത്തെ വ്യക്തിപരമായി താങ്കൾ എങ്ങനെ കാണുന്നു? അതെ, അല്ല, വ്യക്തിപരമായി ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ നൽകിയൊരു വിജയമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരിലെ ജനത നൽകിയൊരു വിജയമാണ്. ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഈ ദുശ്ചെയ്തികൾക്കെതിരെയുള്ള കൃത്യമായൊരു ജനവിധിയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതാവിന് ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടായിരുന്നത് 2016-ലും 2021-ലും നിലമ്പൂർ നഷ്ടപ്പെട്ടത് കൊണ്ടുള്ളൊരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അദ്ദേഹം 2016-ൽ സീറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്, ഇനി നിങ്ങളുടെ പ്രധാന ഉത്തരവാദിത്വം എന്തായാലും നിലമ്പൂർ സീറ്റ് UDF തിരിച്ചു പിടിക്കുക എന്നതാണ്. എവിടെയൊക്കെയാണോ വീഴ്ചകൾ, ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നതാണ്. പക്ഷേ ഇന്ന് ഈ സീറ്റ് തിരിച്ചു പിടിച്ചത് കാണാൻ അദ്ദേഹം ഇല്ലാതെ പോയി എന്നൊരു വിഷമമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ആര്യാടൻ ഷൗക്കത്ത്, താങ്കൾക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായി. എന്നാൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, താങ്കൾ ഇതിനൊന്നും മറുപടി പറയാൻ നിന്നില്ല എന്ന് മാത്രമല്ല വ്യക്തിപരമായി താങ്കൾ തിരിച്ചാക്രമിച്ചതുമില്ല. അത് പിതാവിൻ്റെ വഴികളിൽ നടക്കാനുള്ള ശ്രമമാണ്. അതേസമയം താങ്കളുടെ പിതാവ്, എനിക്കറിയാവുന്ന ശ്രീ ആര്യാടൻ മുഹമ്മദ്, വളരെ നിശ്ചിതമായി വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ ഒരു പക്ഷപാതവും അദ്ദേഹം കാണിച്ചിട്ടില്ല. വിമർശിക്കേണ്ടവരെ അദ്ദേഹം വിമർശിക്കുമായിരുന്നു. എന്നാൽ ആ നിലപാടിൽ നിന്ന് താങ്കൾ മാറി കുറച്ചുകൂടെ സൗമ്യമായി പ്രതികരിക്കാനാണ് താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രമിച്ചത്. അത് താങ്കളുടെ ഒരു നിലപാടിൻ്റെ സ്വഭാവമാണോ, അതോ ജനാധിപത്യത്തിൽ ഇങ്ങനെ ഒരു സൗന്ദര്യം കൂടി ബാക്കി നിൽക്കട്ടെ എന്ന് കരുതിയാണോ? പിതാവ് വിമർശിച്ചത് വ്യക്തിപരമായിരുന്നില്ല. പിതാവിൻ്റെ നിലപാടുകൾ ആരുടെ മുന്നിലും അത് ആർക്കൊക്കെ അപ്രിയമായാലും തുറന്നു പറയാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല എന്നതാണ്. അദ്ദേഹം വ്യക്തിപരമായി ആക്രമിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അദ്ദേഹത്തിന് എനിക്കറിയാം വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ നല്ല ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും അതല്ലെങ്കിൽ മറ്റു പാർട്ടികളുമായും ഒക്കെ അവിടുത്തെ നേതാക്കന്മാരുമായിട്ടൊക്കെ വലിയ വ്യക്തിബന്ധം സൂക്ഷിച്ചിരുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച്, അപ്പുറത്തുള്ള സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഒരക്ഷരം പോലും വ്യക്തിപരമായി നമ്മൾ മിണ്ടാൻ പാടില്ല. മാത്രമല്ല അവരെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളതിന് ചെവി കൊടുക്കേണ്ട, മറുപടി പറയേണ്ട. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയം, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ, ആ നിലപാടുകൾ തമ്മിലുള്ള മത്സരമാണ്. അല്ലാതെ വ്യക്തിപരമായ ഒരു എതിർപ്പിൻ്റെ പേരിലല്ലല്ലോ ഇവിടെ മത്സരം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അതിൻ്റെ ആവശ്യമില്ല എന്ന് വളരെ കൃത്യമായ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ആ നിലപാടിലുള്ള, പിന്നെ അദ്ദേഹം വിമർശിക്കുന്ന നിലപാടുകളുടെ കാര്യത്തിൽ ആര്യാടൻ ഷൗക്കത്ത്, യഥാർത്ഥത്തിൽ നിലമ്പൂർ മണ്ഡലം താങ്കളെ ആലിംഗനം ചെയ്ത് സന്തോഷിച്ച് നിൽക്കുന്ന ഒരു പുലരിയാണ്. അപ്പോഴാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. എന്നാൽ നമ്മൾ ഒരിക്കലും ഈ M സ്വരാജിനെ താങ്കൾ കണ്ടപ്പോഴും ഉണ്ടായ സൗഹൃദ നിമിഷങ്ങളൊക്കെ തന്നെ 24 വഴി പ്രേക്ഷകർ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ചോദിക്കും. എന്നാൽ PV അൻവർ അപ്പോഴും എടുത്തൊരു നിലപാട് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അത്ര തൃപ്തിയായില്ല എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. അതിലാളുകൾ തോക്കും വിജയിക്കും. എന്നാൽ ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിർത്താനായി ഒരു സ്ഥാനാർത്ഥി മുന്നോട്ട് വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാട് PV അൻവർ സ്വീകരിച്ചത് ഞാൻ കണ്ടു. അവിടെയും താങ്കൾ ഈ സൗമ്യത സൂക്ഷിക്കാൻ ശ്രമിച്ചു. താങ്കൾ ഒന്നും സംഭവിക്കാത്ത പോലെ തിരിച്ചു മടങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ആളുകളുടെ മനസ്സിൽ ഈ ചിത്രങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. താങ്കളുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? അല്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നിലപാട്. നമ്മൾ പരമാവധി ആളുകളുമായി സൗഹൃദം പങ്കുവെക്കുക, സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോവുക. എൻ്റെ ഒരു നിലപാട് അതാണ്. ഇവിടെ ഞാനും PV അൻവറും വ്യക്തിവിരോധം കൊണ്ടല്ല മത്സരം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനും അദ്ദേഹം തമ്മിൽ വഴക്കടിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം കുറേ കാലമായിട്ട് വ്യക്തിപരമായിട്ട് പല വിമർശനങ്ങളും നടത്തിയിട്ടുണ്ട്. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അത് ഇന്നും ഇന്നലും പല കാര്യങ്ങളിലും എൻ്റെ ഒരു നിലപാട് അതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശീലിച്ച, ഞാൻ പഠിച്ച ഒരു നിലപാടതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്.
രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും നല്ല സൗഹൃദം ഉണ്ടാവണം. അതാണ് ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. പ്രത്യേകിച്ചും ഇപ്പം സ്വരാജ് പരാജയപ്പെട്ടുവെങ്കിലും, സ്വരാജ് എനിക്കെതിരെ മത്സരിച്ചുവെങ്കിലും, സ്വരാജും ഞാനും നല്ല സൗഹൃദമാണ്. വളരെ കാലത്ത് വലിയ സൗഹൃദമുണ്ട്. ഞങ്ങൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, പല പൊതുകാര്യങ്ങളും ചർച്ച ചെയ്യാറുണ്ട്, ചില മതേതര കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറൊക്കെയുണ്ട്, യാത്രകളിലും അല്ലാതെയും ടെലിഫോണിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആ സൗഹൃദം അതൊരു ജനാധിപത്യത്തിൻ്റെ ഭംഗിയാണ് എന്ന് ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ തന്നെ എനിക്കും അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഞാനും എൻ്റെ ഒരു നിലപാടും അത് തന്നെയാണ്. ശ്രീ ഷൗക്കത്ത്, താങ്കൾ നല്ല കുറച്ച് സിനിമകൾ ചെയ്ത ആളാണ്, നിർമ്മാതാവാണ്. പാടമെന്ന ഒരു വിലാപം പോലെയുള്ള നല്ല സിനിമകളുടെ തിരക്കഥകൾ എഴുതി. അപ്പോൾ അപ്പം യഥാർത്ഥത്തിൽ ഒരു സർഗധനായ ഒരാളാവുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരാൾ നിയമസഭയിലേക്ക് വരുന്നതൊക്കെ തന്നെ ഒരു ക്രിയേറ്റീവായ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ നല്ലതാണ് എന്ന് കരുതുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ചെറിയ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. എന്നാൽ അവിടെ ഉയർന്നു കേട്ട ചില വിമർശനങ്ങൾ നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തി. സിനിമയ്ക്ക് പറ്റും, അതല്ലെങ്കിൽ സാഹിത്യത്തിന് പറ്റും എന്നൊക്കെ ഉള്ള രീതിയിൽ വിമർശനം ഉയരുമ്പോൾ താങ്കളുടെ ഉള്ളിലെ ഈ എഴുത്തുകാരൻ, അതല്ലെങ്കിൽ ഉള്ളിലെ കലാകാരൻ എങ്ങനെയാണ് വേറിട്ട് ചിന്തിക്കുന്നത്? അല്ല, ഞാൻ കഥ എഴുതുന്നു എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയ ഒരു, ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു വലിയ കഴിവായിട്ട് ആണ് ഞാൻ കാണുന്നത്. ഞാൻ കഥ എഴുതിയതിന് 3 സിനിമകൾക്കും ഇനി സംസ്ഥാന അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡ്. ഈ 3 അതൊക്കെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ കഥയെഴുത്തൊരിക്കലും നിർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ വാസ്തവത്തിൽ എൻ്റെ സിനിമകൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. എൻ്റെ സിനിമകൾ എൻ്റെ രാഷ്ട്രീയമാണ്, എൻ്റെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സിനിമയിൽ എൻ്റെ കഥാപാത്രങ്ങൾ, എനിക്ക് എഴുതാനുള്ള പ്രേരണ, ഞാൻ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന അറിവുകളും അവിടെ ഉണ്ടാവുന്ന പോറലുകളും, എനിക്കുണ്ടായ എന്നിലുണ്ടായ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റ തേങ്ങലുകളും വിങ്ങലുകളും ഒക്കെയാണ്. അത് പാടമെന്നൊരു വിലാപമാവട്ടെ, ദൈവനാമത്തിലാവട്ടെ, വർത്തമാനമാവട്ടെ, വിലാപങ്ങൾക്കപ്പുറമാവട്ടെ, ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് ഒരിക്കലും എനിക്ക് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സിനിമ എഴുതാനുള്ള പ്രേരണയുണ്ടാകുന്നു. മാത്രമല്ല, സിനിമ എടുക്കുമ്പോൾ എനിക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എനിക്ക് വെറുതെ ഒരു സിനിമ എടുത്താൽ മാത്രം പോരാ, ഞാൻ സിനിമയിലൂടെ ജനങ്ങളുമായി സംവദിച്ച കാര്യം, ആ കാര്യങ്ങൾക്ക് പരിഹാരം കൂടി കാണണം ഒരു സാമൂഹ്യ പ്രവർത്തനമാകുമ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് സ്ത്രീധനരഹിത ഗ്രാമം എന്ന പദ്ധതി ഉണ്ടാക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് നിരവധിയായ പദ്ധതികൾ എനിക്ക് എൻ്റെ നാട്ടിൽ ആവിഷ്കരിക്കേണ്ടി വന്നത്, പഞ്ചായത്ത് പ്രസിഡൻറ്റും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയിരുന്നപ്പോൾ. അപ്പോൾ എൻ്റെ സിനിമയിലും ഞാൻ പറയാൻ ശ്രമിച്ചത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കഥയെഴുത്ത് തുടരും. ഞാനൊരു ഒരു സ്ക്രിപ്റ്റ് എഴുതി വച്ചിട്ടുണ്ട്, അത് പൂർത്തിയായിട്ടില്ല. എന്തായാലും സാമൂഹ്യ പ്രവർത്തന രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് സജീവമാകുമ്പോൾ തന്നെ സിനിമ കൈവിടാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. CPM അതിശക്തനായ ഒരാളെ തന്നെയാണ് അവിടെ താങ്കൾക്കെതിരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്, എം സ്വരാജ്. ഒരുപക്ഷെ നല്ല വാഗ്മി, നല്ല പ്രസംഗകൻ, മാത്രമല്ല ജനങ്ങളോടൊക്കെ വളരെ അടുപ്പം കാണിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, മാത്രമല്ല പൊതുപ്രവർത്തനത്തിൽ മൂല്യം സൂക്ഷിക്കുന്ന ആൾ. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് വേണമെങ്കിൽ എം സ്വരാജിന് നൽകാം. പാർട്ടി എം സ്വരാജിന് അവിടെ നിലമ്പൂർ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ താങ്കൾക്ക് മനസ്സിലെങ്കിലും ഒരു ആശങ്കയുടെ മിന്നൽ പിണർ പാഞ്ഞു പോയോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ പറയാം, ഞങ്ങൾ വളരെ നേരത്തെ ഞങ്ങളുടെ ഇലക്ഷൻ പ്രചരണം നേരത്തെ തുടങ്ങി. മുസ്ലിം ലീഗാണ് ആദ്യം തന്നെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ടാണ് UDF ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ ബൈ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് ബൂത്ത് തല കമ്മിറ്റികൾ വരെ ഞങ്ങൾക്ക് പുതുതായി ഫോം ചെയ്യേണ്ടി വന്നില്ല. ആ പ്രവർത്തനം ഞങ്ങൾക്ക് പ്രീ ഇലക്ഷൻ ക്യാമ്പയിൻ വളരെ നന്നായിട്ട് നടത്താൻ പറ്റി. ഇലക്ഷൻ പെട്ടെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ ഞങ്ങൾക്ക് ആദ്യം മുതലേ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ഇനി ആര് വന്ന് മത്സരിച്ചാലും ഞങ്ങൾക്കത് നേരിടാനും ഒരു നല്ല വിജയമുണ്ടാക്കാനും കഴിയുമെന്ന ഒരു കൃത്യനിഷ്ഠമായ ഒരു പ്രവർത്തനം ഞങ്ങൾക്കവിടെ നേരത്തെ തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്. പിന്നെ ഒരു കാലത്തും പിന്തുണ ലഭിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ വലിയ പിന്തുണ ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾക്കെതിരെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക.
അതൊക്കെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കുക ചെയ്തത്. ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ നിർത്താൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെയാണ് നിർത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ടും ഒരു വലിയ വിജയമുണ്ടാക്കാൻ UDF-ന് സാധിച്ചു. UDF-ൻ്റെ കെട്ടുറപ്പുള്ള പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. ഇനി ഒന്ന് രണ്ട് ചെറിയ സീരിയസ് ചോദ്യങ്ങൾ. ഈ നിലമ്പൂരിൽ അലയടിച്ചത് ഭരണവിരുദ്ധ വികാരമാണോ? അങ്ങനെ പറഞ്ഞ് പല UDF നേതാക്കന്മാരും ഇന്നലെ അവകാശം സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ജനങ്ങളുടെ മനസ്സ് കണ്ടറിയുകയും അവസാനം വിജയത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഇനി 10 മാസത്തോളം നിയമസഭയിൽ പോവുകയും ചെയ്യേണ്ട ആളെന്ന നിലയിൽ ഒരു ഭരണവിരുദ്ധ വികാരം അങ്ങനെ നിഴലിച്ചോ നിലമ്പൂരിൽ? തീർച്ചയായും ഭരണവിരുദ്ധ വികാരം എന്നതിനേക്കാളും ജനങ്ങളുടെ അനുഭവങ്ങളാണ്. കാരണം അത് ഈ സ്കൂളിൽ കഞ്ഞി വെച്ച് കൊടുക്കുന്ന ആയമാർ തൊട്ട് ആശമാർ, അതേപോലെ തന്നെ അംഗനവാടി ടീച്ചർമാർ, കബളിപ്പിക്കപ്പെട്ട കുടുംബശ്രീ കുടുംബങ്ങൾ, അതുപോലെ നിരവധിയായ ആളുകൾ, ഈ പറഞ്ഞ വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്ന ആളുകൾ. ഇവിടെ 2019 പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ആദിവാസികൾ, 300ഓളം ആദിവാസി കുടുംബങ്ങൾ ഇപ്പോഴും പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് കഴിയാം. അവരുടെ പരിദേവനങ്ങൾ, അങ്ങനെ ഇതെല്ലാം നിലനിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളൊരു ഭരണവിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല. ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഷൗക്കത്ത്, ഒരു കാര്യം കൂടി, PV അൻവറിനെ UDF-ൽ എടുക്കുന്ന കാര്യം വീണ്ടും ചർച്ചയായിരിക്കുന്നു. കാരണം 20,000-ഓളം വോട്ടുകൾ പിടിച്ച് വാര്യാടൻ ഷൗക്കത്തിന് അറിയുന്ന പോലെ 20,000 വോട്ടുകൾ പിടിച്ച് അദ്ദേഹം അവിടെ നിലമ്പൂരിൽ ഒരു ശക്തിയാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. കാര്യം എന്തായാലും നമുക്ക് അൾട്ടിമേറ്റ്ലി നോക്കുമ്പോൾ ഇത്രയധികം വോട്ടുകൾ അദ്ദേഹം ഒറ്റയ്ക്ക് പിടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമില്ല. 2 വമ്പൻ സ്ഥാനാർത്ഥികൾക്കിടയിൽ നിന്നുകൊണ്ടാണ്. സാധാരണ ആനയും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ അതിനിടയിൽ മൂട്ടിലെ പോച്ച അപകടത്തിലാകേണ്ടതാണ്. പക്ഷേ പോച്ചയല്ല, താൻ ശക്തനാണ് എന്ന് PV അൻവർ തെളിയിച്ചു. ഇപ്പോഴാണ് UDF-ലെ പല നേതാക്കന്മാരും കോൺഗ്രസിലെ നേതാക്കന്മാരും ഒക്കെ PV അൻവറിനെ വേണമെങ്കിൽ UDF-ലേക്ക് എടുക്കാം എന്ന രീതിയിലുള്ള ഒരു പാതി മനസ്സിൽ നിൽക്കുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ? അല്ല, ഇതിൽ ഞാനല്ല അഭിപ്രായം പറയേണ്ടത്. അത് എൻ്റെ പാർട്ടിയാണ്, UDF ആണ് കാര്യം തീരുമാനിക്കേണ്ടത്. അവരാണ് ഈ കാര്യത്തിൽ തീരുമാനിക്കേണ്ടത്. അവിടെ ഞാനല്ല അതിൻ്റെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എടുക്കേണ്ടത്. പിന്നെ എന്തൊക്കെയായാലും 2 ടേം കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാടിൻ്റെ ജനപ്രതിനിധിയായി നിന്ന ഒരാളല്ലേ. അദ്ദേഹത്തിന് കുറേ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതനുസരിച്ചുള്ളൊരു വോട്ട് അദ്ദേഹത്തിന് ലഭിക്കാനുള്ള സാധ്യതയൊന്നും ഞങ്ങൾ തള്ളിക്കളഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് ഞാനത് തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതാണ് ഞാൻ. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ അത് അവിടെ ഒരു വിവാദ വിഷയമായിരുന്നല്ലോ, വളരെ ചർച്ചപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് ടെലിവിഷൻ ചർച്ചകളൊക്കെ കൂടെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. UDF ജമാഅത്ത് ഇസ്ലാമിയുടെ തോളിൽ കൈയിട്ടുമെന്നൊക്കെ. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടുകൾ ലഭിച്ചതായി താങ്കൾ കരുതുന്നുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി ഇവിടെ UDF-ന് വോട്ട് ചെയ്യുന്നത് നിലമ്പൂരിൽ ആദ്യമായിട്ടല്ല. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, പരസ്യ പ്രചാരണം ചെയ്തിട്ടുണ്ട്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെ കോൺസ്റ്റിറ്റ്യുൻസി കൂടിയായിരുന്നല്ലോ നിലമ്പൂർ. അത് കഴിഞ്ഞ് 2024 തന്നെ പ്രിയങ്ക ഗാന്ധി വന്നു, ബൈ ഇലക്ഷൻ നടന്നപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പ്രചരണം നടത്തി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇടതുപക്ഷം ഇത് കഴിഞ്ഞ കാലത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തു എന്ന് ഇടതുപക്ഷം തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിൻ്റെ ബൈറ്റ്സും അതേപോലെ തന്നെ വീഡിയോ ഒക്കെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ LDF-ന് പിന്തുണ കൊടുക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു മതേതര സ്വഭാവമുള്ളതും, അത് UDF-ന് പിന്തുണ കൊടുത്താൽ ആ മതേതര സ്വഭാവം വളരെ പെട്ടെന്ന് നഷ്ടപ്പെട്ട് അതൊരു ഭീകര സംഘടനയായി മാറുകയും ചെയ്യുന്ന അതൊരു വലിയ അത്ഭുതമാണ് വാസ്തവത്തിൽ അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത്. മാത്രമല്ല ഇവിടെ ഈ മണ്ഡലത്തിൽ മതപരമായ ഭിന്നത ഉണ്ടാക്കാനാണ് ബോധപൂർവമായ ശ്രമം നടത്തിയത്. ഇവിടെ മാത്രമല്ല, മലപ്പുറത്തും മതപരമായ ഭിന്നത ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനൊക്കെ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തി. നിലമ്പൂരിൻ്റെ ഒരു പൈതൃകം, മലപ്പുറത്തിൻ്റെ ഒരു പൈതൃകം, അത് കൃത്യമായൊരു മതേതര പൈതൃകമാണ്.
മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ മണ്ണ, മഹാകവി വള്ളത്തോളിൻ്റെ മണ്ണ, മേൽപ്പത്തൂരിൻ്റെ മണ്ണ, പൂന്താനത്തിൻ്റെ മണ്ണ, ഇടശ്ശേരിയുടെ മണ്ണ. നമുക്കറിയാം ഇങ്ങ് വന്ന് നോക്കിയാൽ നമുക്ക് ഉറൂബിൻ്റെ മണ്ണാണ്. അതുപോലെ തന്നെ നമുക്കറിയാം സി രാധാകൃഷ്ണൻ്റെ മണ്ണാണ്, അക്കിത്തത്തിൻ്റെ മണ്ണാണ്, EMS നമ്പൂതിരിപ്പാടിൻ്റെ മണ്ണാണ്, മൊയ്തു മൗലവിയുടെ മണ്ണാണ്, കെ മാധവൻ നായരുടെ മണ്ണാണ്. ഇങ്ങനെയൊക്കെയുള്ള ഈ മലപ്പുറത്തെ മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മണ്ണാണ്. ഒരു വലിയ സാംസ്കാരിക പൈതൃകമുള്ള, ഒരു വലിയ മതേതര പാരമ്പര്യമുള്ള മണ്ണാണ് യഥാർത്ഥത്തിൽ മലപ്പുറം. ഞാനൊക്കെ എപ്പോഴും പറയാറുള്ളത്, നമ്മളൊക്കെ പറയും തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനം. ഞാൻ പറയുന്നത് മലപ്പുറമാണ്. കാരണം മലയാള ഭാഷയ്ക്ക് ഒരു നവോത്ഥാന കാലഘട്ടത്തെ കുറിച്ചത് വാസ്തവത്തിൽ ഈ പറയുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണെങ്കിലും വള്ളത്തോളാണെങ്കിലും അതേപോലെ ഇടശ്ശേരിയാണെങ്കിലും ഒക്കെ. അങ്ങനെയുള്ള ഈ മണ്ണിൽ ഭിന്നത ഉണ്ടാക്കാൻ ബോധപൂർവമായ ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ കാലത്തൊക്കെ നടത്തി. ഈ അടുത്ത കാലത്ത് വളരെയധികം ശ്രമം നടത്തി. അതിനു വേണ്ടിയിട്ടാണ് ഈ ജമായത്തെ ഇസ്ലാമിയെക്കുറിച്ചും മറ്റുമൊക്കെ. പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു വലിയ മതേതര പൈതൃകമുള്ള മണ്ണാണ് നിലമ്പൂർ. ആ മതേതര പൈതൃകം നിലമ്പൂർ എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം കൂടി പറയാം. ഈ മലബാർ സമരത്തിൻ്റെ കാലത്ത് 1921 പൂക്കോട്ടൂരിൽ നിന്നൊരു വലിയ പടവന്ന് നിലമ്പൂർ കോവിലകം ചൂടാൻ വേണ്ടി ശ്രമിച്ചു. ആ ചൂടാൻ വേണ്ടി ചെറിയ ആക്രമണങ്ങളൊക്കെ നടന്നു, ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അതിനെ തടുത്ത് നിർത്തിയത് നിലമ്പൂരിലെ മാപ്പിളമാരായിരുന്നു. അവർ പൂക്കോട്ടൂർക്കാരോട് പറഞ്ഞത്, ഇത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഇത് പൂക്കോട്ടൂരിൽ നിന്ന് നിങ്ങൾ വന്ന് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് മോശമാണ്, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയിക്കത് ഞങ്ങൾ ചെയ്തോളാം എന്നും പറഞ്ഞ് അവരെ മടക്കി അയച്ച് ഈ നിലമ്പൂർ കോവിലകത്തെ സംരക്ഷിച്ച ഒരു പാരമ്പര്യത്തിൻ്റെ പൈതൃകമാണ് വാസ്തവത്തിൽ, ഒരു പാരമ്പര്യമാണ് നിലമ്പൂരിനുള്ളത്. അപ്പോൾ ഈ നിലമ്പൂരിൽ ഒരു മതപരമായ അല്ലെങ്കിൽ സാമുദായികപരമായ ഭിന്നതയുണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ല എന്നതാണ്. അത് ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ പിതാവ് കാണിച്ചു തന്ന് 40 കൊല്ലക്കാലം അദ്ദേഹം നിലമ്പൂരിലെ ജനങ്ങളെ, മലയോര കർഷകരാവട്ടെ, മധ്യ തിരുവിതാംകൂറിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നും വന്ന മലയോര കർഷകരാവട്ടെ, ഇവിടെയുള്ള ആദിവാസി വിഭാഗമാവട്ടെ, ഇവിടെയുള്ള നായർ ഈഴവ വിഭാഗമാവട്ടെ, ഇവിടെ വന്ന മാപ്പിളമാരാവട്ടെ, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യവും ഒരു പൈതൃകമാണ് നിലമ്പൂരിൻ്റെത്. അത് പരമാവധി കാത്തു രക്ഷിക്കുക, കാത്തു സൂക്ഷിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ് എനിക്ക് നിർവഹിക്കാനുള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, ആര്യടൻ ഷൗക്കത്ത്, കുറച്ച് ദിവസം നല്ല അലച്ചിലായിരുന്നു, നല്ല തിരക്കായിരുന്നു, നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കാനുമൊക്കെ താങ്കൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ അലച്ചിലും തിരക്കിലും ഒക്കെ ഉള്ളതുകൊണ്ട് മുഖത്ത് അത്യാവശ്യത്തിലധികം ക്ഷീണമുണ്ട്. നന്നായിട്ട് കിടന്നുറങ്ങുക, പിന്നെ തിരുവനന്തപുരത്തേക്ക് യാത്രയാവുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ആര്യടൻ ഷൗക്കത്ത്. താങ്ക് യു സർ.